ഇപ്പോൾ എല്ലാവരും തന്നെ ഷെയറിൽ ട്രേഡിംഗ് നടത്തുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയോ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെ കാണിക്കണം? അത് ക്യാപിറ്റൽ ഗെയിൻ ആണോ അതോ ബിസിനസ് പ്രോഫിറ്റ് ആണോ? എങ്ങനെ? എല്ലാവർക്കും പല സംശയങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഷെയർ സാധാരണ രണ്ട് രീതിയിൽ എടുക്കാറുണ്ട്. ഒന്ന് നമ്മൾ ഡെലിവറി ബേസ് എന്ന് പറയും. അതായത് നമ്മൾ നോർമൽ കേസിൽ നമ്മൾ പർച്ചേസ് ആൻഡ് സെയിൽ എന്നുള്ള രീതിയിൽ പോകും. അല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡ് ഉണ്ടാവും. അത് നമ്മൾ ഡെലിവറി എടുക്കാതെ, പിന്നെ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഇത്തരം കാര്യങ്ങൾ ഈ രീതിയിലാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഇൻട്രാഡേ ഇതിൽ നിന്ന് വരുന്ന എമൗണ്ടുകൾക്കെല്ലാം സ്പെക്കുലേറ്റീവ് ടൈപ്പ് എന്ന് പറയും, സ്പെക്കുലേറ്റീവ് ഇൻകം ആണ്. പക്ഷേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നോർമൽ ബിസിനസ് ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ നിന്ന് വരുന്ന ലോസ് വന്നെന്ന് വിചാരിക്കും. നമ്മൾ സാധാരണ ഡെലിവറി എടുക്കുന്ന നോർമൽ കോഴ്സിലുള്ളവരാണെങ്കിൽ ലോസ് വരുവാണെങ്കിൽ അടുത്ത 8 വർഷത്തേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്യും. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അത് തന്നെയാണ്. 8 വർഷത്തേക്ക് നമ്മൾ ഈ ലോസ് ക്യാരി ഓവർ ചെയ്തിട്ട് അത് സെറ്റ് ഓഫ് ചെയ്യാം പിന്നീട്. അതായത് ഈ വർഷം 50,000 രൂപ ലോസ് വന്നെന്ന് വിചാരിച്ചു, അടുത്ത വർഷം 60,000 രൂപ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ആ വ്യത്യാസത്തിന് 10,000 രൂപയ്ക്ക് അടുത്ത വർഷം ടാക്സ് വരികയും. അതേസമയം ഇൻട്രാഡേയിൽ ആണെങ്കിൽ വരുന്നതെങ്കിൽ അവിടെ നമ്മൾ 4 വർഷത്തേക്ക് ലോസ് ക്യാരി ഓവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. ടേൺ ഓവർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ നമ്മൾ സെയിൽ വാല്യൂവിനാണ് ടേൺ ഓവർ എന്ന് പറയുക. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കിയിട്ട് ആ ലോസിന്റെ നമ്മൾ അബ്സല്യൂട്ട് ഫിഗേഴ്സ് എന്ന് പറയും. അതായത് അതിന്റെ മൈനസ് ഓർ പ്ലസ് നോക്കാതെ, അത് ഉദാഹരണം ഞാൻ ടേബിളിലോട്ട് ഇട്ടിട്ടുണ്ട്. ബൈ വാല്യൂ 10 ലക്ഷമാണ്, സെൽ വാല്യൂ 10,50,000 രൂപ. അവിടെ പ്രോഫിറ്റ് 50,000 രൂപ ലഭിച്ചു. ഇപ്പോൾ ടേൺ ഓവർ 50,000 രൂപ വന്നു. ഏകദേശം 11 രൂപ ബൈ വാല്യൂ 9,50,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 1,50,000 രൂപ നഷ്ടം വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് നഷ്ടമാണെങ്കിലും ഇവിടെ 1,50,000 ടേൺ ഓവർ ആയിട്ട് ഇടും. അതായത് പ്ലസ് ഓർ മൈനസ് എടുക്കില്ല. ഈ രണ്ടോട് കൂടുമ്പോൾ 2,00,000 ആയിരിക്കും നമ്മൾ ഈ ടേൺ ഓവർ ആയിട്ട് എടുക്കുന്നത്. ഇത് ഫ്യൂച്ചേഴ്സിന്റെ കേസിലാണ്. ഓപ്ഷൻസിന്റെ കേസിൽ പിന്നെയും വ്യത്യാസമുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഫിഗേഴ്സിന്റെ ഒപ്പം തന്നെ പ്രീമിയം കൂടെ കൂടണം. അത് ഇവിടെ പറയുന്നതാണ് 2 lakhs ആണ്. അതിന്റെ കൂടെ തന്നെ പ്രീമിയം റിസീവ്ഡ് കൂടുന്നതാണ് ഓപ്ഷൻസിലെ ടേൺ ഓവർ എന്ന് പറയുക. ഈ ടേൺ ഓവറിന്റെ ബേസിസിലാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുക. അതിനെല്ലാം ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി മാത്രമുള്ള ടേൺ ഓവർ കാൽക്കുലേഷൻ ആണ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഈ ഓഡിറ്റിന്റെ കേസ് ഉണ്ടല്ലോ, അപ്പം നമ്മൾ 10 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് ഓഡിറ്റ് ചെയ്യണം. 10 കോടി താഴെ ചെയ്യാതിരിക്കണമെങ്കിൽ ഓപ്ഷൻ ഇത്രേ ഉള്ളൂ. അതിന് 95% നമ്മൾ റിസീപ്റ്റ് ഡിജിറ്റൽ മോഡ് അക്കൗണ്ട് വഴി ചെക്കോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് ലഭിക്കണം. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ 95% നമ്മൾ റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണെങ്കിൽ അങ്ങനെ നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾക്ക് അങ്ങനെ എടുക്കാം. 10 കോടി താഴെയാണെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ മോഡിലാണ് എക്സ്പെൻഡിച്ചർ വരികയും അതുപോലെ ഇൻകം വരികയും ചെയ്തതെങ്കിൽ നമുക്ക് 10 കോടി വരെ ഓഡിറ്റിന്റെ ആവശ്യമില്ല. പക്ഷേ 10 കോടിയിൽ മുകളിലായി കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നതാണ്. അവിടെ ഈ ടേൺ ഓവർ എടുക്കുന്നതിന് മുകളിൽ പറഞ്ഞ ആ രീതിയിൽ തന്നെയാണ് ടേൺ ഓവർ എടുക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ ഒരു ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിന്റെ നോട്ടീസ് വരിക ഈ ടേൺ ഓവർ വെച്ചിട്ടല്ല. അവിടെ പറഞ്ഞാൽ ഒരു വർഷത്തെ ടോട്ടൽ വോളിയം ഓഫ് സെയിൽ ചിലപ്പം 250 crores എന്നായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ടേൺ ഓവർ എടുക്കുമ്പോൾ അത്ര വരില്ല. പക്ഷേ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ റിട്ടേൺ മസ്റ്റ് ആയിട്ട് തീർക്കണം. ഇത് ഈ വർഷം ലോസ് ആയി പോയി ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കരുത് ഒരിക്കലും. നമ്മൾ ജൂലൈ 31 ആണ് അവർക്ക് ഡേറ്റുകൾ ഓഡിറ്റ് ഇല്ലാത്ത കേസുകളിൽ അവർ നിർബന്ധമായിട്ട് ചെയ്യുക. ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം പ്രോഫിറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം അത് ഡ്യൂ ഡേറ്റിൽ ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് മാറിപ്പോയി നമ്മൾ ബിസിനസ് ഇൻകം കാണിച്ചില്ല അല്ലെങ്കിൽ ബിസിനസ് ലോസ് കാണിച്ചില്ല, അതിന് ക്യാപിറ്റൽ ലോസിലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കാണിച്ച് റിട്ടേൺ ഓൾറെഡി ഫയൽ ചെയ്തെങ്കിൽ പോലും അതെടുത്ത് റിവൈസ് ചെയ്യാൻ പറ്റും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാത്ത ആൾക്കാർ ആരെങ്കിലും എക്സ്പേർട്ട് വഴി അവരുടെ ഒപ്പീനിയൻ കൂടെ വാങ്ങിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉടനെ നോട്ടീസ് വരികയും കൂടുതൽ അതിന് കോംപ്ലിക്കേഷനിലേക്ക് പോകുമല്ലോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂലൈ 31 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ആ ഡേറ്റിനുള്ളിൽ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്ദി.